ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അതെ, ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. യെസ്, ഇത് എൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസ് ഒരുക്കിയതാണ്. ഇനിയാണ് ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച കുറേ സീൻ വരുന്നത്. നമുക്ക് ആ സീനൊന്ന് പോയി കണ്ടു നോക്കിയാലോ? Very happy returns of the day, Danu. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു ഇങ്ങനൊരു സർപ്രൈസ് ആള് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി. അത് കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ എൻ്റെ ഫേസിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയുള്ള സീനിൽ നിങ്ങൾക്ക് മണിച്ചിത്രത്താഴിൽ മോഹൻലാലിലെ നാഗവല്ലിയായി മാറിയ ശോഭനയുടെ ക്യാരക്ടറില്ലേ, ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതൊന്നും അല്ല, കാണിക്കുന്നതും അല്ല. എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആകും, സർപ്രൈസ് ആകും. അതെൻ്റെ ഹസ്ബൻഡിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ക്യൂട്ട് സാധനങ്ങൾ വെച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. കണ്ടില്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഓവറാന്ന് തോന്നും. പക്ഷേ അതങ്ങനെയല്ല. ശരിക്കും എനിക്കത് ഫീലായിട്ട് ഞാൻ അങ്ങനെ അങ്ങ് എക്സ്പ്രസ് ചെയ്ത് പോകുന്നേ അതൊക്കെ. പിന്നെ എനിക്ക് കൂടുതലും ഞാൻ എക്സൈറ്റഡ് ആയി പോയതും അല്ലെങ്കിൽ വണ്ടർ അടിച്ച് പോയതും എൻ്റെ ഹസ്ബൻഡ് ഇത്രയൊക്കെ എപ്പോൾ പ്ലാൻ ചെയ്തു, എങ്ങനെ പ്ലാൻ ചെയ്തു എന്നൊക്കെയായിരുന്നു. ബിക്കോസ് എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു, എനിക്ക് ഒരു ക്ലൂ പോലും തന്നില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, ഓരോരോ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വെച്ച് എത്ര രസമായിട്ടാണ് ആളെനിക്ക് ഗിഫ്റ്റ് ചെയ്തേക്കുന്നതെന്ന്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മ വരുന്നത്. കല്യാണമൊക്കെ കഴിയുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്യണം അത്രേ. എന്നാലേ ആ ഒരു റിലേഷനിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എപ്പോഴും നിലനിൽക്കുമെന്ന്. അന്ന് ഞാൻ അത്ര സീരിയസ്നെസ് ഒന്നും കൊടുത്തില്ല ആ വാക്കിന്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ വിട്, നമുക്ക് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യണ്ട. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ എന്തൊക്കെയാണെന്നല്ലേ പറയാം. ഒരുപാട് ക്യൂട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം, ലാമ്പ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഇഷ്ടം പോലെ. എല്ലാം ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനും കിട്ടണില്ല. എന്തായാലും അതെല്ലാം വെച്ച് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടേക്കാവേ. പിന്നെ അതിന് ശേഷം വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് രാത്രി ആയപ്പോഴേക്കും ഒരു ചെറിയ കേക്ക് കട്ടിങ്. ആക്ച്വലി എനിക്കാണെങ്കിലും സച്ചുനാണെങ്കിലും ഒരുപാട് പേരെ വിളിച്ച് ആഘോഷിക്കുന്നതിലും ഏറ്റവും ഇഷ്ടം നമ്മൾ പരസ്പരമുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാ? ഇങ്ങനെ തന്നെയാണോ? എന്തായാലും നമുക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു ചെറിയ കേക്ക് മേടിച്ച് നമ്മൾ വൈകിട്ട് രണ്ടുപേരുടെ നിന്ന് കട്ട് ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇതേപോലത്തെ ഒരു ബർത്ത്ഡേക്ക് ഇതുപോലെ കേക്ക് കട്ട് ചെയ്ത ദിവസമാണ് ഇദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തത്. അതിനുശേഷം കല്യാണം, ബഹളം, പിന്നെ ഇതേ അടുത്ത ബർത്ത്ഡേ ആയി. എന്തായാലും ആ പ്രപ്പോസ് ചെയ്ത വീഡിയോ ക്ലിപ്സ് ഒന്നും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓർത്തപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാനും സച്ചുവും എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. സിമ്പിളായിരുന്നു, പക്ഷേ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഞാൻ. അതാണല്ലോ പ്രധാനം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.